മുല്ലപ്പെരിയാറിൽ പഴയ അണക്കെട്ട് പൊളിച്ചു നീക്കി പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുന്നു. പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് നൽകണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടും. പെരിയാർ ടൈഗർ റിസർവ് സോണിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളം നിർദ്ദേശിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് എസ് കെ ഈ മുല്ലപ്പെരിയാർ എന്നുള്ളത്. അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ആ ജീവനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പഴയ അണക്കെട്ട് നിലനിൽക്കുന്നത്. പഴയ അണക്കെട്ട് പൊളിച്ചു മാറ്റി പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. കേരളം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസല് കഴിഞ്ഞ ജനുവരിയിൽ നൽകിയിട്ടുണ്ട്. ഈ പ്രപ്പോസലിനെ തമിഴ്നാട് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. കേരളം നൽകിയ ഈ പുതിയ അണക്കെട്ട് വേണം എന്ന പ്രപ്പോസല് പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോൾ വിദഗ്ധ സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. റിവർ വാലി ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന വിദഗ്ധ സമിതിക്കാണ്, ഈ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സമിതിക്കാണ് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. അവരുടെ യോഗമാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഈ യോഗത്തിൽ കേരളം ആവശ്യപ്പെടാനായിട്ട് പോകുന്നത് നിലവിലുള്ള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി പഞ്ചായത്തിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 366 മീറ്റർ മാറി ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടത്താണ് പുതിയ അണക്കെട്ട് സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ പുതിയ അണക്കെട്ട് സ്ഥാപിക്കണമെന്നെങ്കിൽ ഈ സോൺ എയിൽ പെടുന്നതായതുകൊണ്ട് തന്നെ പ്രത്യേക അനുമതി വേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കാനായിട്ടുള്ള അനുവാദം വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് നിർദ്ദേശിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി നൽകണമെന്ന് കേരളം ആവശ്യപ്പെടാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പക്ഷേ പ്രശ്നം അതല്ല. തമിഴ്നാട് വളരെ ശക്തമായിട്ട് അവർ പുതിയ അണക്കെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകിക്കൊണ്ട് എത്തുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി തന്നെ ആ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിന് സമാനമാകുന്ന വിധത്തിൽ വളരെ ശക്തമായിട്ടുള്ള എതിർ നിലപാടായിരിക്കും തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ഈ റിവർ വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ വിദഗ്ധ സമിതിയുടെ യോഗത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ് സംസ്ഥാനം ഉള്ളത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ അടക്കം തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി കേരളം ഈ അണക്കെട്ടിന്റെ സുരക്ഷിതത്വത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു, അഥവാ അങ്ങനെ അണക്കെട്ട് സുരക്ഷിതമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് തമിഴ്നാട് ഉന്നയിച്ചിട്ടുള്ളത്. അതിന് തുടർച്ചയായിട്ട് പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യം, ലക്ഷക്കണക്കിന് കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നം, അതിന് എതിരായിട്ടാണ് തമിഴ്നാട് നിലപാട് സ്വീകരിക്കുന്നത്. ഇന്നത്തെ യോഗം അതുകൊണ്ട് നിർണായകമാകുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.